തമിഴ് ജനതയെ ഉന്മൂലനം ചെയ്യാൻ ആസൂത്രിത നീക്കം നടത്തിയ സിംഹള സർക്കാരിനെതിരെ യുദ്ധക്കുറ്റം ചുമത്തണമെന്ന് തെങ്കാശി എംഎൽഎയും ഓൾ ഇന്ത്യ സമത്വമക്കൾ കക്ഷി നേതാവുമായ ആർ ശരത് കുമാർ ആവശ്യപ്പെട്ടു. First, of course, there should be tried in the World Court of for being war criminals, and the genocide definitely has to be punished, and then freedom for the Tamil Eelam has to be there, and that is the main agenda for all of us here. തമിഴ് ജനതയോട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരതയാണ് സിംഹള ഭരണകൂടം നടത്തിയത്. അന്തർദേശീയ സമ്മർദ്ദം ഉയർന്നെങ്കിലും കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടായെങ്കിൽ മാത്രമേ വംശീയ ന്യൂനപക്ഷത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കൂ എന്നും അദ്ദേഹം മീഡിയ വണിനോട് വ്യക്തമാക്കി. I think it is one of the worst genocides in the entire world as such. I think there have been even cluster bombs being used on civilians and so many things. It is all there for everybody to see. തമിഴ് ജനതയുടെ പേരിൽ കരുണാനിധിയുടെ DMK രാഷ്ട്രീയ മുതലെടുപ്പാണ് നടത്തുന്നത്. നേരത്തെ DMK അധികാരത്തിലിരുന്ന സമയത്താണ് തമിഴ് ജനതയ്ക്കെതിരെ ഏറ്റവും വലിയ ക്രൂരത നടന്നത്. ഇത് തമിഴ്നാട്ടിലെ സാധാരണ ജനങ്ങൾ പോലും തിരിച്ചറിയുമെന്നും ശരത് കുമാർ അറിയിച്ചു. Feeling in Tamil Nadu is very much against Sri Lanka. മലയാള സിനിമയെ വളരെ താൽപര്യപൂർവ്വമാണ് താൻ വിലയിരുത്തുന്നത് എന്ന് പറഞ്ഞ നടൻ കൂടിയായ ശരത് കുമാർ ട്രാഫിക് സിനിമയുടെ തമിഴ് പതിപ്പിന് വലിയ സ്വീകാര്യതയാണ് സംസ്ഥാനത്ത് ലഭിച്ചു വരുന്നതെന്നും കൂട്ടിച്ചേർത്തു. Malayalam cinema, yes, I'm doing this and I'm starting to produce production. I've got too many things to handle. If a good script comes, I'll definitely act on that. Media One, Dubai.